ഹലോ, എല്ലാവർക്കും ആർട്ടിഗ്രോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ആർട്ടിഗ്രോയിൽ ഒരു സ്പെഷ്യൽ അച്ചാർ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കേട്ടോ. വെട്ടുമാങ്ങ അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ താരം. അമ്മയുടെ ഭാഷയിൽ എണ്ണയച്ചാർ എന്ന് പറയും. ഈ ഒരൊറ്റ ഐറ്റം കൊണ്ട് കഴിഞ്ഞ 40-42 വർഷങ്ങളായി ഈ പ്രായത്തിലും അമ്മ കുടുംബത്തിലെ ബെസ്റ്റ് അച്ചാറിസ്റ്റുകളുടെ ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെയാണ് നിൽക്കുന്നത്. അമ്മയുടെ കയ്യിൽ നിന്ന് റെസിപ്പി വാങ്ങി ഞാൻ ചെയ്തു നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. ഇന്നിവിടെ എൻ്റെ കൂടെ അമ്മയുണ്ട്. എന്നാൽ അമ്മയുടെ മേൽനോട്ടത്തിൽ ഈ അച്ചാറിൻ്റെ രുചിക്കൂട്ടുകൾ നമ്മുടെ ചാനലിലും രേഖപ്പെടുത്താമെന്ന് കരുതി. പട്ടാളക്കാരനായ പപ്പയുമൊത്തുള്ള ഉത്തരേന്ത്യൻ ജീവിതത്തിൽ ഇതര സംസ്ഥാനങ്ങളിലെ കുടുംബവുമായി സൗഹൃദം സ്ഥാപിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മഹാരാഷ്ട്രീയൻ കുടുംബത്തിൽ നിന്നും കൈമാറ്റം ചെയ്തു കിട്ടിയതാണ് അമ്മയ്ക്ക് ഈ പാചകവിധി. ഈ അച്ചാറിന് ആവശ്യമുള്ള ചേരുവകളും അതിൻ്റെ അളവുകളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ അച്ചാറിട്ട് പരാജയപ്പെട്ടതിൻ്റെ മുഖ്യ കാരണം അമ്മ പറഞ്ഞ മസാലയുടെ അളവുകൾ ഞാൻ കുറച്ചു എന്നുള്ളതാണ്. ഉലുവയും കടുവുമൊക്കെ ഒരു പരിധിക്കപ്പുറമായാൽ കഴിക്കുമല്ലോ എന്ന ഭയമായിരുന്നു എൻ്റെ ബോധതലത്തിനെ ഭരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ ചേരുവകൾ മാങ്ങാ കഷ്ണങ്ങളുമായി തമ്മിൽ ചേരാൻ നമ്മൾ കുറച്ച് സമയം അനുവദിക്കണമെന്നതാണ് സത്യം. അമ്മയുടെ അഭിപ്രായത്തിൽ മസാലകളാൽ മർദ്ദിക്കപ്പെട്ട വെട്ടുമാങ്ങ കഷ്ണങ്ങൾ കുറഞ്ഞത് 1 മാസമെങ്കിലും വായു സഞ്ചാരമില്ലാത്ത കുപ്പിഭരണികളിൽ കിടന്ന് മയപ്പെടണമെന്നതാണ്. നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടില്ലേ, ഓസ്മോസിസ്? അത് തന്നെ. എൻ്റെ കുട്ടിക്കാലത്ത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ചടങ്ങായിരുന്നു വെട്ടുമാങ്ങ അച്ചാറിടൽ. ഒരു സമയം 5 കിലോയ്ക്ക് മുകളിലോട്ടാണ് അച്ചാറിട്ടിരുന്നത്. പപ്പ മാങ്ങയുമായി വരുന്നത് കാണുമ്പോഴേ അമ്മ കുപ്പിഭരണികൾ സ്റ്റോർ റൂമിൽ നിന്നും എടുത്ത് തുടച്ച് വെയിലത്ത് വെച്ചിട്ടുണ്ടാകും. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്ന പപ്പയുടെ പോളിസിയോട് അമ്മ പൂർണ്ണമായും യോജിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭരണി ഒഴിച്ച് ബാക്കി മുഴുവൻ കുപ്പികളിലെ അച്ചാറും പ്രിയപ്പെട്ടവർക്കായി മാറ്റിവെക്കപ്പെട്ടതാണ്. കഴുകി തുടയ്ക്കുന്നതും മാങ്ങയ്ക്ക് അധികം ക്ഷതമേൽക്കാതെ വെട്ടിമുറിക്കുന്നതും ശേഷം ഉള്ളിലെ പരിപ്പും പാടയും നീക്കം ചെയ്ത് വൃത്തിയാക്കുന്നതും പപ്പയുടെ ജോലിയാണ്. അതും നിറചിരിയോടെ. ശേഷം അമ്മ മസാലകൾ റെഡിയാക്കി വെട്ടുകഷ്ണങ്ങളെ അതിലേക്ക് ഇറക്കും. നന്നായി ഇളക്കി പാകപ്പെടുത്തിയ മാങ്ങ കഷ്ണങ്ങൾ പലതരം ഭരണികളിലേക്ക് നിറയ്ക്കും. അച്ചാറിട്ട് കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ ഒരു പ്രത്യേക മണമാണ്. പപ്പ ആ അച്ചാറിട്ട ഉരുളിയുടെ ശേഷിപ്പുകളിൽ ചൂട് ചോറിട്ടിളക്കി ഉരുട്ടി എനിക്കും ആങ്ങളയ്ക്കും അമ്മയ്ക്കും നൽകും. എന്തായാലും ഈ അച്ചാർ റെസിപ്പി ഇവിടെ കിടക്കട്ടെ. നാളെ എനിക്കും ഇത് ഉപകരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.